കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെക്കേണ്ടി വന്നത് അക്രമ സാധ്യത കണക്കിലെടുത്ത് എന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യോഗം നടക്കേണ്ടതായിരുന്നു. വിഭജന ഭീതി ദിനം ആചരിക്കപ്പെടേണ്ടതാണെന്നും ഇവർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി കേരള സർവകലാശാലയിൽ നിന്നും പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗം നടക്കേണ്ടിയിരുന്നതാണ്, പക്ഷേ ആ യോഗം മാറ്റിവെച്ചിരിക്കുന്നു. അക്രമ സാധ്യത കണക്കിലെടുത്ത് ആണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്? രോഹിണി, ഇതാദ്യമായല്ല കേരള സർവകലാശാലയിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ഈ ഒരു SFIയുടെയൊക്കെ ആക്രമണം ഭയന്ന് അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരം യോഗങ്ങൾ കുളമാക്കാനുള്ള ശ്രമങ്ങൾ കണക്കിലെടുത്ത് മാറ്റിവെക്കേണ്ടപ്പെടേണ്ടി വരുന്നത്. അതും അക്കാദമിക് കൗൺസിൽ യോഗങ്ങൾ പോലെയുള്ള നിർണായകമായിട്ടുള്ള ബോഡികൾ പോലും ചേരാൻ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അക്രമ സംഭവങ്ങൾ കാരണം സാധിക്കുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുകൊണ്ട് വിദ്യാർത്ഥികളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തിൽ നടപ്പിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അവയെല്ലാം പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്തായാലും ഈ അക്രമ സാധ്യത കണക്കിലെടുത്താണ് നിലവിൽ ഈ യോഗം വയ്ക്കപ്പെടേണ്ടി വന്നതെന്നുള്ളതാണ് സാഹചര്യം. ഇപ്പോൾ നമ്മോടൊപ്പം ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ചേരുന്നുണ്ട്. സർ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു യോഗം മാറ്റിവെക്കേണ്ടി വന്നത്? കേരള സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ യോഗം ഏതാണ്ട് ഒരു മാസം മുമ്പേ നിശ്ചയിച്ച് അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു ആ മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സർവകലാശാലയിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ മെയിൽ തരികയാണ് ഉണ്ടായത്. ഇന്ന് നടക്കേണ്ട യോഗം മാറ്റിവെച്ചിരിക്കുന്നു, പുതുക്കിയ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ അസാധാരണമായ ചില സംഭവ വികാസങ്ങളുണ്ടായി. പ്രത്യേകിച്ച് കേരള സർവകലാശാലയുടെ ചാൻസലർ, കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഭരണത്തലവൻ ബഹുമാനപ്പെട്ട ഗവർണറുടെ അടക്കം കോലം ഈ സർവകലാശാലയുടെ ക്യാമ്പസിന് ഇവിടെ ഈ സെനറ്റ് ഹാൾ മുന്നിലിട്ട് കത്തിക്കുന്ന സന്ദർഭമുണ്ടായി. അപ്പോൾ അത് അസാധാരണമായ സാഹചര്യമാണ്. അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഭരണസിരാ കേന്ദ്രമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസ് മേധാവിയുടെയൊക്കെ ഓഫീസിന് തൊട്ട് മുമ്പിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ കോലം കത്തിക്കുന്ന അസാധാരണമായ സംഭവവികാസമുണ്ടായി. അതുപോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവന ഭീഷണിയുള്ള ഘട്ടങ്ങളിൽ മുൻപൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും ഇന്ന് നടക്കേണ്ടിയിരുന്ന അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഇത് വിദ്യാർത്ഥികളുടെ താല്പര്യം മാനിക്കപ്പെടണമെന്നുള്ള താല്പര്യത്തിൽ ഞങ്ങൾ വൈസ് ചാൻസലറോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് ഇന്നത്തെ യോഗം നടക്കാതിരിക്കുന്നത് മൂലം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് നടക്കേണ്ടത് ഈ അക്കാഡമിക് സംബന്ധമായ വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ നടക്കേണ്ടിയിരുന്നത്. അതിൽ പ്രധാനമായിട്ട് അഫിലിയേഷനുണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റ് കോളേജുകളിൽ നിന്ന് വരുന്ന ഇവിടെ ചേർന്നിട്ടുള്ള കുട്ടികൾ, ഇവിടുന്ന് പുറത്തു പോയി മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ അഫിലിയേഷൻ സംബന്ധിച്ചതായിട്ടുള്ള ചില സംബന്ധമായ കാര്യങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ യോഗത്തിൽ തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന ഡീൻസ് കൗൺസിൽ യോഗത്തിൽ ഇതെല്ലാം ധാരണയിലായിട്ടുള്ളതാണ്, തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ യോഗം നടന്നില്ലെങ്കിൽ പോലും അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ആ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പവേഴ്സ് നൽകുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം. അപ്പോൾ ആ പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടക്കേണ്ടിയിരുന്ന യോഗം മാറ്റിവെച്ചത് ഒരർത്ഥത്തിൽ നന്നായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം തൊട്ട് മുമ്പ് ഞങ്ങളൊക്കെ യോഗത്തിൽ വരുന്ന സമയത്ത് ഇന്നത്തെ അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിട്ട് ഇല്ലാത്ത ചില അംഗങ്ങൾ, ഇതിന് പുറത്തുള്ള അധ്യാപക സംഘടനാ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇടത് സംഘടനാ നേതാക്കന്മാർ, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ, ഇവരൊക്കെ ഈ യോഗം നടക്കേണ്ടിയിരുന്ന സെനറ്റ് ചേംബറിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള കറുത്ത ബാനറുകൾ, കൊടികളൊക്കെ ആയിട്ടാണ് അവർ ആ യോഗത്തിന് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഒക്കെ ആയിട്ടാണ്, വടികളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ആസൂത്രിതമായിട്ട് ഇന്നത്തെ യോഗം അലങ്കോലപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ വന്നതെന്ന് അതിൽ നിന്ന് സ്പഷ്ടമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ജീവന് ഭീഷണിയുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വയം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ചത്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം അക്രമ സംഭവങ്ങൾ തുടർച്ചയുണ്ടാകുന്നു. SFIയും ഈ ഇടത് സംഘടനയുടെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഒരു വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ തടസ്സപ്പെടുന്ന രീതിയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ഒരു പോലീസ് സംരക്ഷണം തന്നെ, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ചില വിഷയങ്ങളൊക്കെ ചോദിച്ചാൽ ഇനി കേന്ദ്രസേന ഇറക്കേണ്ടി വരുമോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ? അല്ല, ഒരു സംസ്ഥാന സർവകലാശാല എന്നുള്ള നിലയിൽ നേരിട്ട് കേന്ദ്രസേന ഇവിടെ ഈ സർവകലാശാലയുടെ ചുമതല ഏറ്റെടുക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സാധാരണക്കാരും സർവകലാശാലയുടെ സ്വൈരമായ പ്രവർത്തനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമായ ആലോചന നടത്തുകയും കേരള
ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഞങ്ങൾ മൂവ് ചെയ്യുകയും ചെയ്തു. അത് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ 6-ാം തീയതി പരിഗണിക്കേണ്ടതായിരുന്നു ആ കേസ്. വരും ദിവസങ്ങളിൽ ആ കേസ് കോടതിയിൽ വരുന്ന സമയത്ത് ബന്ധപ്പെട്ട കക്ഷികളുടെ പ്രതികരണം കൂടി ആരാഞ്ഞതിന് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഓർഡേഴ്സ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി, അങ്ങനെയാണ്. എന്തായാലും ഒരുപക്ഷേ ഇനി കേരള സർവകലാശാലയുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ ഒരു ഉത്തരവാണ് ഏറ്റവും നിർണായകമാകുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികളിൽ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കുകയാണ്. വിഭജനത്തിൻ്റെ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ അത് ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ആവശ്യവുമായി നമ്മുടെ സർവകലാശാലകളിലും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഈ യോഗം? അല്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ 2021 ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണ് ഇത് ആഹ്വാനം ചെയ്യുന്നത്. 2021 അന്ന് മുതൽ എല്ലാ ചാൻസലർമാരും, പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും അതിനനുസരിച്ചുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 14 സ്മൃതി ദിനം, വിഭജന ഭീതി സ്മൃതി ദിനം ആയിട്ട് ആചരിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഓർഡേഴ്സും ഉണ്ട്. പക്ഷേ അത് ഇത്രയും കാലമായിട്ടും ഇവിടെ അത് ആചരിച്ചിട്ടില്ല. അത് ഇത്തവണത്തെ നമ്മൾ ഈ സ്മൃതി ദിനത്തിൽ, ഈ ഓഗസ്റ്റ് 14 അത് വിഭജന ഭീതി സ്മൃതി ദിനമായിട്ട് ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചാൻസലർ അദ്ദേഹം നിർദ്ദേശിക്കുകയും അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അതിൻ്റെ പിന്നെ സ്റ്റുഡൻറ്റ് ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അത് ആദ്യം അതിൻ്റെ ചുമതല വഹിച്ച ഒരു ഡോക്ടർ ബിജു അത് എല്ലാ കോളേജുകളെയും അറിയിക്കുകയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു നിലപാടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആ ഓർഡർ പരിഗണിക്കേണ്ട, അത് നടപ്പിലാക്കേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നെ മോഡിഫൈ ചെയ്ത് ഇറക്കുകയും അദ്ദേഹം അത് രാജിവെക്കുകയും ചെയ്യുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാണ് ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിഭജന ഭീതി സ്മൃതി ദിനം നമ്മൾ നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ വിഭജനം തലേ ദിവസം ഉണ്ടായ ഒരു സാഹചര്യം, നമ്മുടെ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടു. 3 കഷ്ണങ്ങളായിട്ടാണ്, 2 പിന്നെ ഒരു 3 കഷ്ണങ്ങളായിട്ടൊക്കെ വെട്ടിമുറിക്കപ്പെട്ടു. നിരവധി പല ആൾക്കാരുടെ രക്തരൂക്ഷിതമായിട്ടുള്ള ഇതാണ് അന്ന് അരങ്ങേറിയത്, പ്രത്യേകിച്ചും ബോർഡർ ഉള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ. ആ ചരിത്രം ഓർമ്മിപ്പിക്കുക നമ്മളുടെ ഒരു ആവശ്യമല്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ട് അറിയണ്ടാവില്ല. പ്രത്യേകിച്ചും ഒരു സർവകലാശാലകളിൽ നമ്മുടെ പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു വെറുതെ കിട്ടിയ ഒരു സ്വാതന്ത്ര്യമായിരുന്നില്ല. നിരവധി ആൾക്കാരുടെ ത്യാഗവും പലായനവും എല്ലാം സഹിച്ചിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടായതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ് ഈ വിഭജന സ്മൃതി ദിനം ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അത് തീർച്ചയായിട്ടും നടത്തേണ്ടിയിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അതായത് ആ സ്മൃതി ദിനം എന്തായാലും ഇന്നത്തെ വിഭജന ഭീതി ദിനം ആചരിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള അതിക്രമ സംഭവങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ അക്രമ സാധ്യത കണക്കിലെടുത്ത് മാറ്റിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികളുമായി അതിന് നാളെ കേന്ദ്രസേന ഇറക്കി ഇവിടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളും നടപടികളും നടത്തണമെന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി അവർ കോടതിയെ വരെ സമീപിച്ചിട്ടുമുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.